ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരിലെ മുഖ്യ പ്രതിഷ്ഠകൾ അറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖുചക്ര ഗദാപത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ ഭഗവാനെ ഭക്തർ വിളിച്ചു പോരുന്ന പേര്. പാതാളാഞ്ജനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹം ഏകദേശം 4 അടി ഉയരം കാണും. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണം. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ നിലത്ത് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹ നിർമ്മാണ നിയമം അനുസരിച്ച് വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം അഥവാ താമര എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസം കാണാൻ കഴിയും. പുറകിലെ വലത്തു കൈയിൽ ചക്രം, മുമ്പിലെ വലത്തു കൈയിൽ പത്മം, പുറകിലെ ഇടത്തു കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത്തു കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്ന് പറയും. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് ഇടത്തിരിക്കത്ത് കാവു ഭഗവതി. നിലവിൽ ക്ഷേത്ര മതിലകത്താണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായാണ് ഈ പ്രതിഷ്ഠയെ കാണുന്നത്. ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമായാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ അവതാരം നടന്ന സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്നും വഴുതി മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജന്മത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷയായി എന്ന് പുരാണങ്ങളിൽ കാണാം. ആദിപരാശക്തിയായ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വനദുർഗ സങ്കല്പം കൂടി ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഗുരുവായൂരിൽ എത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ 3 ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പിച്ചു പോരുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. അഴൽ എന്ന് പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഭഗവാന്റെ അരികിൽ ഇടത്തു ഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതമാരിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഗണപതി. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതുപോലെയും ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ശിലാനിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. കിഴക്കോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലത്തു കൈയിൽ മഴുവും പുറകിലെ ഇടത്തു കൈയിൽ കയറും മുന്നിലെ ഇടത്തു കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത്തു കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വെക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. പിന്നീട് ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്തി വരാറുണ്ട്. കൂടാതെ കറുകമാല, നാരങ്ങമാല, ഗണേശ സൂക്താർച്ചന തുടങ്ങിയ പ്രധാന വഴിപാടുകളുമുണ്ട്. മറ്റൊരു പ്രധാന ഗണപതി പ്രതിഷ്ഠയാണ് കാര്യാലയ ഗണപതി. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റു ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടത്തു ഭാഗത്തേക്കാണുള്ളത്. ക്ഷേത്ര ശ്രീകോവിലിന് പുറകിൽ കിഴക്കോട്ട് ദർശനമായുള്ള കരിങ്കൽ തൂണുകളിൽ 10 എണ്ണത്തിൽ ഭഗവാന്റെ ദശാവതാര രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണുള്ളത്. ശ്രീകോവിലിന് തൊട്ടുപുറകിൽ ഇവയുടെ നടുക്കായി അനന്ത പത്മനാഭ സ്വാമിയുടെ ഒരു രൂപം കാണാം. തിരുവനന്തപുരം ശ്രീ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് സാമ്യമുള്ള രൂപമാണ്. ഇവിടെ ഒരു അനന്തശയന ചിത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുലാക്കാട്ട് രാമൻ നായർ എന്ന അക്കാലത്തെ പ്രശസ്തനായ ചിത്രകാരൻ വരച്ചതായിരുന്നു. ഗുരുവായൂർ ശ്രീവൈകുണ്ഠം എന്ന ചിത്രം അറിയപ്പെട്ടു. 1970-ലുണ്ടായ തീപിടുത്തത്തിൽ ഈ ചിത്രം പൂർണ്ണമായി കത്തി നശിച്ചു. തുടർന്ന് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചു.
കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ച പ്രസിദ്ധനായ സ്വാമിനാഥൻ കറുപ്പയ്യ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ രൂപം പണികഴിക്കപ്പെട്ടിട്ടുള്ളത്. 18 അടി നീളം വരുന്ന ഭീമാകാരമായ രൂപമാണ്. 2 കൈകളേയുള്ളൂ ഇവിടെ മഹാവിഷ്ണുവിന്. പാൽക്കടലിൽ മഹാസർപ്പമായ അനന്തന് മുകളിൽ മഹാലക്ഷ്മി സമേതനായി പള്ളി കൊള്ളുന്ന വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തിന്റെ നാഭീകമലത്തിലുള്ള ബ്രഹ്മാവ്, വലത്തു കൈക്ക് താഴെയുള്ള ശിവലിംഗം, ഭഗവാനെ കണ്ടു തൊഴുന്ന നാരദൻ, പ്രഹ്ലാദൻ, മഹാബലി, വസിഷ്ഠൻ, വ്യാസൻ, കശ്യപൻ, വിഭീഷണൻ, ഉദ്ധവർ തുടങ്ങിയ ഭക്തോത്തമന്മാർ, ചുവട്ടിൽ ഭഗവാന് കാവലായി നിലകൊള്ളുന്ന ലക്ഷ്മി ഭൂമി ദേവിമാർ, ദ്വാരപാലകരായ ജയവിജയന്മാർ, ഭഗവത് വാഹനമായ ഗരുഡൻ, കാവൽക്കാരനായ വിഷകസ്വേനൻ, സൂര്യചന്ദ്രന്മാർ, ഗരുഡന്റെ ചിറകിൽ കാൽ ചുവട്ടിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, യോഗ നരസിംഹമൂർത്തി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമസ്വാമിയും സീതാദേവിയും, ഇരുവരെയും വന്ദിക്കുന്ന ഹനുമാൻ, ലക്ഷ്മണൻ, ശ്രീദേവി, ഭൂസ് ദേവി സമേതനായി നിൽക്കുന്ന മഹാവിഷ്ണു, ഇവരെല്ലാം ഈ പ്രതിഷ്ഠയിലുണ്ട്. ദിവസവും ഈ പ്രതിഷ്ഠയ്ക്ക് വിളക്ക് വെക്കാറുണ്ട്. ഗുരുവായൂരിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് ധർമ്മശാസ്താവ്. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കേ മൂലയിലാണ് ശാസ്താ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനും ഇതാണ്. 3 അടി ഉയരത്തിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് പ്രതിഷ്ഠ. വലത്തു കൈയിൽ അമൃത കലശം ധരിച്ച് ഇടത്തു കൈ തുടയിൽ കുത്തിവെച്ചിരിക്കുന്ന ധന്വന്തരി ഭാവത്തിലുള്ള ശാസ്താവാണ് ഇവിടെയുള്ളത്. തന്മൂലം രോഗശാന്തിക്ക് ഇവിടെ ഭജിക്കുന്നു. ശ്രീകോവിലിന് മുന്നിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതിന് ചരിച്ചുവെച്ച കരിങ്കല്ല്, ചെറിയ ദീപസ്തംഭവും ഇവിടെയുണ്ട്. ഇവിടെ എള്ളുതിരി കത്തിക്കൽ പ്രധാന വഴിപാടാണ്. എന്നാൽ 2007 ദേവപ്രശ്നത്തെ തുടർന്ന് വഴിപാട് നിർത്തിവെച്ചു. ഇപ്പോൾ അത് പുനരാരംഭിക്കാനുള്ള പദ്ധതികൾ നടത്തിവരുന്നു. മണ്ഡലകാലത്ത് ഈ ശ്രീകോവിലിന് മുമ്പിലാണ് ശബരിമലയിലേക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നത്. ഗുരുവായൂരിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാത്തി നാരങ്ങാമാല ധരിച്ചാണ് ഭഗവാന്റെ ഇരിപ്പ്. ദിബാഹുവായ ബാലസുബ്രഹ്മണ്യനായിട്ടാണ് ഇവിടെ ഉള്ളത്. വലത്ത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടത്ത് കൈ അരയിൽ കുത്തിവെച്ചിരിക്കുന്നു. വലത്തു ചുമലിൽ വേലുമുണ്ട്. 1970 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ക്ഷേത്രം നവീകരിച്ചപ്പോഴാണ് ഈ രൂപം കുത്തിവെച്ചത്. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപത്തുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വീര ഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണിത്. തെക്കോട്ട് ദർശനമായിട്ടാണ് ഈ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ വലത്തു കൈയിൽ മരുത്വാമലയും ഇടത്തു കൈയിൽ ഗദയും കാണാം. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്തെ ഈ ഹനുമാനെയും തൊഴുതു പോരുന്നു. വെറ്റിലമാലയും കുങ്കുമവും ചാത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ഈ ഹനുമാനെ സ്തുതിച്ച കാരണം അത്ഭുത കാര്യസിദ്ധി ഉണ്ടായതായി ചില ഭക്തർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും പാർവതി സമേതനായ ശിവന്റെ അദൃശ്യ സാന്നിധ്യം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി, ഗണപതി, സുബ്രഹ്മണ്യ സമേതനായി മമ്മിയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ദിശയിലേക്ക്, അതായത് വടക്ക് പടിഞ്ഞാറിലേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായ ശിവന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പടിഞ്ഞാട്ട് ദർശനമായി ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയുള്ള സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവും വിഷ്ണു ശയനവുമായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് പ്രതിഷ്ഠകൾ. നൂറും പാലും നേദിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് പേര് കേട്ട കുടുംബങ്ങളിലൊന്നായ ചെർപ്പളശ്ശേരി പാതിരക്കുന്നത്ത് മനയിലെ നമ്പൂതിരിക്കാണ് ഇവിടുത്തെ സർപ്പബലിക്ക് അധികാരം. മേൽപ്പറഞ്ഞ പ്രതിഷ്ഠകളാണ് ഗുരുവായൂരിലെ പ്രധാന പ്രതിഷ്ഠകളായി കണക്കാക്കപ്പെടുന്നത്.
ഗുരുവായൂരിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും പ്രധാന പ്രതിഷ്ഠകളും പൂജകളും വഴിപാടുകളും ആരാധനകളും ഇവയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.